എന്തെങ്കിലും ഒരു ദിവസം നിന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ശ്രീനു, ഒരു 5 മിനിറ്റ് പുറത്ത് നിൽക്കുക. എന്താ പറഞ്ഞേ? ശ്രീനു, ഞാൻ പറഞ്ഞത് കേട്ടില്ല. എന്താ ഇത്? പേഴ്സണൽ ആണെങ്കിൽ ആദ്യം ഇത് ഓഫ് ചെയ്ത് വെക്കണം. പേഴ്സണലൊക്കെ ഇപ്പൊ പബ്ലിക്കായി ഇപ്പൊ ലൗഡ് സ്പീക്കർ വെച്ച് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുക. ശ്രീനു വേണ്ട, അത് തിരിച്ചു കൊടുക്കുക. എന്താ ഇത്? ഞങ്ങളെല്ലാം സെക്യൂരിറ്റിയെ പോലെ ജീവിതകാലം മുഴുവൻ പുറകെ കടന്നാലും ആരും നോക്കില്ല. നിങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിനെ വേണ്ടെന്ന് പറയുന്നു. ഇതൊന്നും ന്യായമായിട്ടുള്ള കാര്യമല്ല. ചേട്ടാ, ഫോൺ നമ്പർ ഉണ്ട് ചേട്ടാ. ഇത് എന്റെ എനിക്ക്. ശ്രീനു വേണ്ട, ശ്രീനു പ്ലീസ് ഡോണ്ട് ഡയൽ. ശ്രീനു 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 കട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? വേണ്ട ശ്രീനു. ശ്രീനു ഹലോ ചേട്ടാ, ഒന്നാന്തരം സംസാരിക്കേട്ടാ. ഹലോ പ്രിയ, ഞാൻ വിക്രമാ സംസാരിക്കുന്നു. കുറെ കാലമായി വിളിക്കണമെന്ന് വിചാരിക്കുന്നു, എന്നാ പറ്റിയില്ല. ഓ, ഒരു മിനിറ്റ്, ഞാൻ പ്രിയക്ക് കൊടുക്കാം. നല്ല ഫീലിംഗ് ഏട്ടാ. ഈ ഫീലിംഗ് മെയിൻറ്റെയിൻ ചെയ്തേക്ക്. സംസാരിക്കേ. നീ എന്തിനാ ഇവിടെ? വാ വാ. ഹലോ വിക്രം. ഏട്ടാ സംസാരിക്കേ. പ്രിയ, വിക്രം എവിടെ? ഏട്ടൻ ബിസിയാ. ഇന്നലെ വരെ ഫോൺ എടുക്കാൻ മടിച്ചിരുന്ന ആള് ഇന്ന് താഴെ വയ്ക്കാൻ മടിക്കുക. ആരാ? പേഴ്സണൽ. 5 മിനിറ്റ് എടുക്കും. ഇരിക്കുക. ഈ പെയിന്റിംഗ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ? അതേടാ, നിനക്ക് വേണ്ടിയാ. എവിടുന്ന്? ലണ്ടനിൽ നിന്ന്. ഓ, എത്രേ? 2 lakhs. എങ്ങനെയുണ്ട്? ഈ ആർട്ടിസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? കണ്ട ഉടനെ മനസ്സിലാവുന്ന വിചാരിച്ച. വേറെ ആംഗിളിലൊന്ന് നോക്കട്ടെ. കറക്റ്റ്, ഐ ഗോട്ട് ഇറ്റ്. അത് ഈ റെഡ്, ഓറഞ്ച് ആൻഡ് ബ്ലൂ മനുഷ്യന്റെ ഉള്ളിലെ വികാരങ്ങളെയാണ് കാണിക്കുന്നത്. Am I right? പ്രസാദ്, you are a genius. Thank you. I will buy it. എന്റെ ടേസ്റ്റ് നിനക്ക് നന്നായിട്ട് അറിയാം. നന്നായിട്ട് അറിയാം. So the land contract is in. I have checked it and supposed to. ആ കവറൊന്ന് തുറന്നേ. എന്താ ഇത്? നിന്റെ പെയിന്റിങ്ങിന് കിട്ടിയ പ്രതിഫലം 2 ലക്ഷം. എന്റെ പെയിന്റിങ്ങിനോ? ആദ്യമായിട്ടാ ഇത്രയും പണം സമ്പാദിക്കുന്ന. അല്ല, സമ്പാദിക്കുന്ന പോയിട്ട് കാണുന്നതേ ആദ്യമായിട്ടാ. എനിക്കറിയായിരുന്നേട്ടാ, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ വെള്ള പേപ്പറൊക്കെ കാണുമ്പോൾ കൈയൊക്കെ വിരിവിരാ വരും. എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ തോന്നും. പക്ഷെ അന്ന് തോന്നിയില്ല, ഇപ്പൊ തോന്നി. ഇനി കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ഇനി ആർക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനി വിശ്രമമില്ല ഈ ചിത്രകാരൻ ശ്രീനുവിന്.